രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25-നാണ് നമുക്കറിയാം. ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കിയ 75 ജൂൺ 12 കോടതി വിധിക്ക് ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾക്കൊടുവിലായിരുന്നു അത്. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരയെ 6 വർഷത്തേക്ക് മത്സരിക്കുന്നതെന്നും വിലക്കുകയുണ്ടായി. അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ ഉപദേശത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. നീണ്ടുനിന്നത് 21 മാസക്കാലമാണ്. അടിയന്തരാവസ്ഥ 77 മാർച്ച് 21-നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ശേഷം പിൻവലിക്കുന്നത്. 77 ജനുവരി 23-ന് രാഷ്ട്രീയ തടവുകാരെ ജയിൽ വിമുക്തരാക്കി. പൊതു തെരഞ്ഞെടുപ്പിന് ആഹ്വാനവും അതിന് തൊട്ടു പിന്നാലെ ഉണ്ടായി. അടിയന്തരാവസ്ഥ അതാണ്. ഇന്ത്യ ചരിത്രത്തിലെ ഇരുണ്ട കാലമാണ്. മൗലികാവകാശങ്ങൾ റദ്ദാക്കപ്പെട്ടു, മനുഷ്യാവകാശങ്ങൾ അപ്രസക്തമായി, രാജ്യത്താകെ പോലീസ് രാജ് നടപ്പാക്കി, നീതി നിഷേധങ്ങൾ തുടർക്കഥയായി, പൗരാവകാശങ്ങളെ പരിമിതപ്പെടുത്തുന്ന നിയമങ്ങൾ പാസാക്കുകയും നടപ്പാക്കുകയും ചെയ്തു ഇന്ദിരാഗാന്ധി സർക്കാർ. പത്രങ്ങൾ സെൻസർ ചെയ്യപ്പെട്ടു, പത്രപ്രവർത്തകരെ കലാകാരന്മാരെയും അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു. സർക്കാരിനെ വിമർശിക്കുന്ന പുസ്തകങ്ങളും നാടകങ്ങളും പാട്ടുകളും മറ്റ് കലാരൂപങ്ങളും നിരോധിക്കപ്പെടുകയുണ്ടായി. മിസ നിയമപ്രകാരം രാഷ്ട്രീയക്കാരെയും ചെറുപ്പക്കാരെയും അറസ്റ്റ് ചെയ്ത് തടവിലിടുകയുണ്ടായി. ലോക്കപ്പുകളും ജയിലുകളും ഇടിമുറികളായി. ലോക്കപ്പിൽ നിരവധി പേർ മരിച്ചു ആ കാലത്ത്. ചേരി നിർമ്മാർജ്ജനത്തിന് ക്രൂര പദ്ധതികളുണ്ടായിരുന്നു. യുവാക്കളെ നിർബന്ധമായി വന്ധ്യംകരിച്ചു എന്നതും നമുക്കറിയാവുന്നതാണ്. ഈ നിർബന്ധിതമായി വന്ധ്യംകരിച്ചത് 11 ദശലക്ഷം ഇന്ത്യക്കാരെയാണ്. 11 ദശലക്ഷം ഇന്ത്യക്കാരെ, 20 ലക്ഷം പൗരന്മാരെ തടവിലിട്ടു, 20% പ്രതിപക്ഷ ജനപ്രതിനിധികളെയും ജയിലിലടച്ചു. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായ ഇന്ത്യ ചരിത്രത്തിൽ ഇരുണ്ട കാലമായിരുന്നു അടിയന്തരാവസ്ഥ. ഇന്ദിരക്കെതിരായ വിശാല യോജിപ്പ് അക്കാലത്തോടെ അടിയന്തരാവസ്ഥയെ എതിർത്ത വിവിധ പാർട്ടികൾ ചേർന്ന് 1977 ജനുവരിയിലാണ് പാർട്ടി ഉണ്ടാക്കിയത്. ഇന്ദിരക്കെതിരായി ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ വിശാല ഐക്യം തന്നെ രാജ്യത്ത് രൂപപ്പെട്ടു വന്നു. വിവിധ പാർട്ടികൾ സ്വന്തം കമ്മിറ്റികൾ പിരിച്ചുവിട്ടും സംഘടനാ സംവിധാനങ്ങൾ ഉപേക്ഷിച്ചും ഇതിനകത്തേക്ക് ലയിക്കുകയായിരുന്നു. സോഷ്യലിസ്റ്റ് പാർട്ടി, സംഘടനാ കോൺഗ്രസ്, ഭാരതീയ ലോക്ദൾ എന്നിവ ഒരുമിച്ചു. പിന്നീട് ജനസംഘവും അതിനകത്തേക്ക് വന്ന് ലയിച്ചു. 1977 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ചരിത്രത്തിൽ ആദ്യ കോൺഗ്രസ് ഇതര സർക്കാർ അങ്ങനെയാണ് ജനതാ പാർട്ടിയുടേതായിട്ട് വന്നത്. അടിയന്തരാവസ്ഥ വിരുദ്ധ പോരാട്ടത്തിൽ മുന്നിലുണ്ടായിരുന്ന CPIM ജനതാ പാർട്ടിയോട് ആ കാലത്ത് സഹകരിച്ചിട്ടുണ്ട്. ജനതാ പാർട്ടിയിലും RSSലും ഒരേ സമയം അംഗത്വമുള്ളവർ ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇരട്ട അംഗത്വ പ്രശ്നം വന്നതോടെ ജനസംഘം നേതാക്കൾ ജനതാ പാർട്ടി വിടുകയായിരുന്നു ആ കാലത്ത്. പിന്നീട് 79 ജൂലൈയിൽ ജനതാ പാർട്ടി പിളർന്നു. മൊറാർജി രാജിവെച്ചു, ചരൺ സിംഗ് പ്രധാനമന്ത്രിയായി മാറി. ഇതൊക്കെ രാഷ്ട്രീയ ചരിത്രത്തിലുള്ളതാണ്. ജനസംഘം നേതാക്കളായ വാജ്പേയിയും അദ്വാനിയും ചേർന്ന് 1980-ൽ BJP രൂപീകരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ രാജ്യം ഭരിക്കുന്ന BJP-യിലേക്ക് എത്തിയത്.